നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും MV ഗോവിന്ദൻ. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് UDF നേതൃത്വമാണെന്ന് മുൻ മന്ത്രി VS അച്യുതാനന്ദൻ്റെ PAയും CPM അനുഭാവിയുമായ A സുരേഷ്. CPM ശരിയായ ദിശയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് താനെന്നും സുരേഷ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ പങ്കെടുക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ജാഥയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയാണെന്നും A സുരേഷ്. വനത്തിൽ തീയിട്ടതായി ആരോപിച്ച് ആദിവാസി യുവാവിന് വനപാലകരുടെ ആൾക്കൂട്ടമർദ്ദനം. മർദ്ദനത്തിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ടമർദ്ദനോപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളിയോട് വേണുഗോപാൽ. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുമെന്ന് യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി മാറി വന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനം. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംഘടനാ ഭാരവാഹികൾ. സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. ജനങ്ങൾ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്തം തന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്നും തൃശ്ശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് ഇനിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും തൻ്റെ മൊഴി റിപ്പോർട്ടിൽ വന്നിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി. എയിംസ് വരാതെ എവിടെ പോകാനെന്നും അത് വരുമ്പോൾ അതിൻ്റെ മഹത്വം തനിക്ക് തന്നെയാവുമെന്നും എന്നാൽ എയിംസിൻ്റെ പേരിൽ വോട്ട് ചോദിക്കില്ലെന്നും സുരേഷ് ഗോപി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചാണെന്നും MV ഗോവിന്ദൻ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധിയും പരിഹരിച്ചു. നെല്ല് സംഭരണത്തിൽ പ്രോത്സാഹന സഹായം പാടില്ലെന്ന കേന്ദ്ര നിലപാട് അമേരിക്കയെ സഹായിക്കാനാണ്. ഇത് അപകടകരമാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നടപടി സ്വീകരിച്ചത്. ഇടതുമുന്നണി എടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയില്ല. ലോകം അനുകരിക്കാവുന്ന നേട്ടമാണ് കേരളം കൈവരിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പാക്കിയത് ഇടത് സർക്കാരാണ്. വികസന കാര്യത്തിൽ കേരള മോഡൽ എന്ന് പറഞ്ഞത് അമർത്യ സെന്നാണ്. മണിശങ്കറും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചക്കള്ളമാണ്. പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിനായി കിഫ്ബിയെ കൃത്യമായി വിനിയോഗിച്ചു. കേരള സാമ്പത്തിക നിലയെക്കുറിച്ച് നീതി ആയോഗും റിസർവ് ബാങ്കും സുരക്ഷിതമാണെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അപകടകരമായ കടമുണ്ടായത്. കടത്തെ പരിധിയിൽ നിലനിർത്തിയത് ഇടതു സർക്കാരാണ്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയത് കേന്ദ്രമെന്ന വസ്തുത പ്രതിപക്ഷം മിണ്ടുന്നില്ല. KC വേണുഗോപാൽ സംവദിച്ചപ്പോഴും കേന്ദ്രം തരാനുള്ള കാര്യം മിണ്ടുന്നില്ല. സുരേഷിനെ പാർട്ടി പുറത്താക്കിയതാണ്. സുരേഷിൻ്റെ കാര്യങ്ങൾ പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല. പുറത്താക്കിയവരിൽ തിരിച്ചെടുക്കുന്നതും യോഗ്യത പരിശോധിച്ചാണ്. ആരെങ്കിലുമൊക്കെ അകലം പാലിച്ചാലും വിട്ടുപോയാലും പാർട്ടിയെ ബാധിക്കില്ല. തുടർ ഭരണമുണ്ടാകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. VD സതീശൻ്റെ പുതുയുഗയാത്ര ദയനീയമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത്. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടാണ് ഇവിടെ എല്ലാ കാര്യവും ഗവൺമെൻറ് എടുക്കുക. പിന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം. ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായിക്കൊള്ളുന്നില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശവും അവർക്ക് മുന്നോട്ടേക്ക് വെക്കാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദയനീയമായ ചിത്രമാണ്. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചുങ്കം അവസാനിപ്പിച്ചു. 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മുഴുവൻ വരും. ആ വരുന്നത് വലിയ അപകടകരമായ രീതിയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല,
ഖജനാവിന് ഒരു ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്ത് എഴുതിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്റിന്. തീരെ തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്, അതൊന്നും ശരിയല്ല. ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമില്ല. ഇപ്പം പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കൈ നിലപാട് സ്വീകരിക്കുക? മറ്റൊന്നാണ് ഇതെല്ലാം പരിശോധിക്കുന്ന CAG. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് UDF നേതൃത്വമാണെന്ന് മുൻ മന്ത്രി VS അച്യുതാനന്ദൻ്റെ PAയും CPM അനുഭാവിയുമായ തുടരുന്ന A സുരേഷ്. CPM ശരിയായ ദിശയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് താനെന്നും സുരേഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണെന്നും സുരേഷ് പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുക്കണമെന്ന് സതീശൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയാണെന്നും സുരേഷ് പ്രതികരിച്ചു. താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് തന്നെ പുറത്താക്കിയത്. ഇത് സംബന്ധിച്ച് പാർട്ടി സംവിധാനങ്ങൾക്ക് 4 തവണ നിവേദനം സമർപ്പിച്ചിട്ടും നടപടിയും ഉണ്ടായില്ല. പാർട്ടിയിൽ എത്തണമെന്ന മോഹം കൊണ്ടാണ് 12 വർഷത്തിലേറെയായി അനുഭാവിയായി തുടർന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണ്. മറ്റൊരു പാർട്ടിയിലും ചേരാൻ തീരുമാനിച്ചില്ലെന്നും സുരേഷ് പ്രതികരിച്ചു. അല്ല, തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ലല്ലോ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉന്നത നേതാക്കൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള പുതുയുഗ യാത്രയുടെ ക്യാപ്റ്റനായിട്ടുള്ള VD സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ വിളിച്ചിട്ട് ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഇന്നും നാളെയും ജാഥയുണ്ടെന്ന് ഇന്നലെ വിളിച്ചാണ് എന്നോട് പറഞ്ഞത്. അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ സംബന്ധിച്ച് ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഖാവിൻ്റെ മനസ്സെന്താണെന്നുള്ളത് എന്നെപ്പോലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 12-13 വർഷത്തോളമാണ് കാത്തിരുന്നത്. അപ്പോൾ ഒരു വൈകാരിക ബന്ധമാണ് പാർട്ടി ഞാനുമായിട്ടുള്ളത്, ഒരു ജൈവ ബന്ധമാണ്. എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരണമെന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കും, മെമ്പർഷിപ്പിലേക്ക് വന്നില്ലെങ്കിലും പ്രവർത്തിച്ചുകൂടെയെന്ന്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് എൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. എനിക്ക് നല്ല ബോധ്യമുണ്ടത്. പിന്നെ അത് ഞാൻ അത്തരം ഇത്രയും വർഷത്തോളം ഞാനത് കാത്തിരുന്നു. തിരിച്ച് മെമ്പർഷിപ്പിലേക്ക് എടുക്കാൻ തയ്യാറായില്ല. അതാണ് എൻ്റെ ഒരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു വിഷയം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനത്തിൽ തീയെടുത്തായി ആരോപിച്ച ആദിവാസി യുവാവിനെ വനപാലകരുടെ ആൾക്കൂട്ട മർദ്ദനം. മലമ്പുഴ ചെറാട് എലിത്താരം മേഖലയിൽ ആണ് സംഭവം നടന്നത്. മർദ്ദനത്തിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായില്ല. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ട മർദ്ദനോപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലമ്പുഴ ചെറാട് എലിതാരം മേഖലയിൽ ഗോപാലൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ആദിവാസി യുവാവായ കൃഷ്ണന്റെ മകൻ രാധയെയാണ് വനപാലകരുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. വനത്തിൽ തീയിട്ടതായി ആരോപിച്ചായിരുന്നു മർദ്ദനം. തീയിട്ടത് താനല്ലെന്ന് അറിയിച്ചിട്ടും മർദ്ദനം തുടരുകയായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു എന്തിനാ വിളിക്കുന്നത്, എനിക്കറിയില്ല. സത്യാവസ്ഥ ഞാനിവര് തെറ്റും ചെയ്തില്ല. ഞമ്മളെ വിളിച്ച് കാട്ടിനകത്ത് വിളിച്ചു. ഞമ്മള് വിചാരിച്ചു തീ എടുത്തു വന്ന് വിചാരിച്ചത്. ഈ തൊടിനെ നിൽക്കുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുപോയി. കൈ കെട്ടിയിട്ടായിരുന്നു. കയ്യിൽ കെട്ടിയിട്ട് ഇവര് തല്ലി 2 മണിക്ക് തല്ലാൻ തുടങ്ങിയിട്ട് ഒരു 6 മണി വരെ നല്ല 6 മണി വരെ നല്ലിട്ട് ഇവര് അഴിച്ചു വിടുന്നുണ്ട്. അവസാനം ഇവര് പോയി. അവിടെ കാലത്തെ മർദ്ദനത്തിൽ അവശനായ രാധയെ വൈകിട്ട് വീണ്ടും മർദ്ദിച്ചു. ജാതി അധിക്ഷേപവും തെറിവിളിയും നടത്തിയായിരുന്നു മർദ്ദനമെന്ന് രാധ പറഞ്ഞു. വേദനയും പരിക്കും പറ്റിയ രാധ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടർ വഴി മലമ്പുഴ പോലീസിന് പരാതി നൽകിയെങ്കിലും FIR ഇടാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. മണ്ണാർക്കാടും അട്ടപ്പള്ളത്ത് നടന്ന ആൾക്കൂട്ട മർദ്ദനത്തിൽ മരിച്ചത് ദലിതരാണ്. ആൾക്കൂട്ട മർദ്ദന മുറകൾ ഇല്ലാതാക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആൾക്കൂട്ട മർദ്ദന ഉപാധികളാവുന്നത് ഭരണകൂട വീഴ്ചയും പരാജയവുമാണ്. രാധയെ മർദ്ദിച്ച വനപാലകർക്കെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയും ചെയ്യുമെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. വനത്തിൽ തീ എരിയുന്നുണ്ട്, താനാണോ തീയിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തീ വെക്കാറില്ല, തീ വെച്ചിട്ടുമില്ല, ഇനി വെക്കൂല്ല, അതാണ് സത്യം എന്ന് പറഞ്ഞു. അല്ല, നീ തന്നെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ആരോപിച്ചു. അപ്പൊ ഇദ്ദേഹം ഇല്ല പറഞ്ഞു. അങ്ങനെ ഇവർ അടിച്ചു. 10 പേരോളം ആളുകളുണ്ട്. അടിച്ചു.
അതുമാത്രമല്ല അവിടുത്തെ ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ക്രൂരമായി അടിച്ചവശനായി ആ കെട്ടിയിട്ട് കയറുമായിട്ട് ചരിഞ്ഞപ്പോൾ അവർ സ്ഥലം വിട്ടു. അവിടെ SHO മലമ്പുഴയെ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അങ്ങനെ ഫോറസ്റ്റുകാർ തല്ലിന്നെന്താ തെളിവ്? പരിക്കുകളൊന്നുമില്ലല്ലോ. മുടിയെടുത്തു ഇന്റിമേഷൻ കിട്ടിയപ്പോൾ മുടിയെടുത്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് ആലോചിച്ച് ചെയ്യുള്ളൂ. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗോപാൽ മലമ്പുഴയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്ന സംഘടനയാണ് യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ എന്ന് സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനം. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംസ്ഥാന ഭാരവാഹികൾ ഷൊർണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാര മേഖല ദീർഘകാലമായി അഭിമുഖീകരിച്ചു വരുന്ന പ്രതിസന്ധികളുടെ വ്യാപ്തിയും രൂക്ഷതയും സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളെയും മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും നേരിൽ കണ്ടും നിവേദനങ്ങൾ വഴിയും യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ സംസ്ഥാന ഭാരവാഹികളെയും യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ സംസ്ഥാന നേതാക്കളും സംഘടനയും നിരന്തരം ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരുവിധ പരിഹാരമാർഗങ്ങളും ഇതുവരെ ഉണ്ടായില്ല. സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് സഹായകമായി വ്യാപാര മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവിധ വരുമാനങ്ങളുടെ തുച്ഛമായ ഒരു വീതമെങ്കിലും വ്യാപാരികളുടെ ക്ഷേമത്തിനായി വകയിരുത്താനുള്ള സൗമനസ്യം പോലും സർക്കാർ കാണിക്കുന്നില്ലെന്നും സംസ്ഥാന ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ പദ്ധതികൾക്കായി യാതൊന്നും സംഭാവന ചെയ്യാത്ത ഇതര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമായി വാരിക്കോരി ചെലവിടുന്നു. വഴിയോര വാണിഭക്കാരെയും ഓൺലൈൻ വ്യാപാരത്തെയും പരിധി വിട്ട് സഹായിക്കുന്ന സർക്കാർ ചെറുകിട വ്യാപാരക്ഷേമ ബോർഡ് വഴി പങ്കാളിത്ത പെൻഷനായി സർക്കാർ തുച്ഛമായ സംഖ്യകൾ നൽകി പാവപ്പെട്ട വ്യാപാരിയുടെ വായടയ്ക്കുന്ന നിലപാടാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വികസന പ്രവർത്തനങ്ങൾക്കായി വ്യാപാര സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമ്പോൾ സ്ഥലം ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും പൊന്നും വില നൽകി സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കെട്ടിടങ്ങളിൽ 30-40 വർഷങ്ങളായി കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികൾക്ക് യാതൊന്നും നൽകാതെ ഇറക്കിവിടുന്ന ക്രൂരമായ നടപടികളാണ് സർക്കാർ പിന്തുടരുന്നത്. ഇക്കാര്യങ്ങൾക്ക് പരിഹാരം തേടി മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖങ്ങളിലും നേരിട്ടും സന്ദർശിച്ച് നൽകിയ നിവേദനങ്ങൾ വഴി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഒരു പരിഗണനയും ലഭിച്ചില്ലെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവർക്ക് ഒപ്പമാണ് സംഘടനയെന്നും ഷൊർണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് പറഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ റേറ്റ് നോക്കിയാൽ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു കാര്യമില്ല. സാധാരണ ചെറുകിട ഇടത്തരം വ്യാപാരികൾ നിലനിൽക്കണം, അവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന ബോധ്യം ഭരണകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. തീർത്തും വളരെ മോശമായിട്ടുള്ള ബഡ്ജറ്റുകളാണ്. വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു കാര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യാത്ത ഒരു സാഹചര്യങ്ങൾ വ്യാപാരികളെ വ്യാപാരികളായിട്ട് അംഗീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ വ്യാപാരികൾക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നവരെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ എന്ന നമ്മുടെ സംഘടന. വ്യാപാര മേഖലയിൽ സമീപത്തായി വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയിൽ തകർന്നുപോയ ചെറുകിട വ്യാപാരികളിൽ നല്ലൊരു ശതമാനം തൊഴിൽ ഉപേക്ഷിച്ചു പോകുകയാണ്. ഈ സാഹചര്യത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലായ ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട ഇടത്തര വ്യവസായികളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന മുന്നണിയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിലെത്തിക്കാൻ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ യൂണിറ്റുകളും പ്രതിജ്ഞാബദ്ധമാണെന്നും വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ഷൊർണൂരിൽ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം ഏകകണ്ഠമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്, TF സെബാസ്റ്റ്യൻ, നിജ ബഷി, TK ഹെൻറി, VA ജോസ്, ഓസ്റ്റിൻ ബെന്നൻ, ഗോകുൽദാസ്, TK മുസ്തഫ, M ഉണ്ണികൃഷ്ണൻ, MK വേണുഗോപാൽ, PS സിംസൺ, VC പ്രിൻസ്, അലിയന, ഷിനോജ്, TK മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂർ മൈൽവാനം ഓഡിറ്റോറിയത്തിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്തിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം.
കൂടാതെ യൂത്ത് വിങ്, വനിതാ വിങ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സംഘടന രൂപീകരിച്ച് 4 വർഷത്തിനു ശേഷമാണ് യുണൈറ്റഡ് മർച്ചൻസ് ചേംബറിൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം തിങ്കളാഴ്ച ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്തിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംഘടന സുശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ എന്ന സംഘടന രൂപീകൃതമായിട്ട് അതിൻ്റെ 4 വർഷം കഴിഞ്ഞിട്ടുള്ള കൗൺസിൽ യോഗമാണ് കാലാകാലങ്ങളായി കച്ചവടം നടത്തുന്ന ചെറുകിട ഇടത്തരം കച്ചവടക്കാർ, അവരുടെ ഇടത്തരം കച്ചവടക്കാരുടെ കാര്യം മഹാപോക്കാണ്. പിടിച്ചു നിൽക്കാൻ യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ TF സെബാസ്റ്റ്യൻ, നിജ ബഷി, TK ഹെൻറി, VA ജോസ്, ഓസ്റ്റിൻ ബെന്നൻ, K ഗോകുൽദാസ്, TK മുസ്തഫ, ഷിനോജ് നരിത്തൂക്കിൻ, അലി ഐന, PS സിംസൺ, M ഉണ്ണികൃഷ്ണൻ, MK വേണുഗോപാൽ, VC പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൂടാതെ ചർച്ചയും ഉണ്ടായി. യോഗത്തിനു പുറമെ യൂത്ത് വിങ്, വനിതാ വിങ് സംഘടനയുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനങ്ങൾ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്തം തന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് തൻ്റെ പ്രഥമ ലക്ഷ്യം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടത്തിയ പഠന റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി വേണ്ടിയുള്ള പഠന റിപ്പോർട്ട് ഡോക്ടർ KG പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യം, അവകാശം എന്ന രൂപേണ അവരുടെ ജനങ്ങളുടെ ഒരു സമരം മുന്നോട്ട് ഉത്ഭവിച്ചു വരേണ്ട ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാതെ അഡ്മിനിസ്ട്രേഷൻ, ഞാനും കൂടി ഭാഗമായ അഡ്മിനിസ്ട്രേഷൻ അവരവരുടെ റോളുകൾ കൃത്യമായി രാഷ്ട്രീയ വിഴിപ്പ് അലക്കലൊന്നുമില്ലാതെ കൃത്യമായി മനസ്സിലാക്കി ഇത് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് ഏതാണ്ട് 6-7 മിനിസ്ട്രീസിന്റെ കേരള സർക്കാരിലെ മിനിസ്ട്രികളുടെ ഇടപെടൽ ഇതിനകത്ത് ശക്തമായി ആവശ്യമാണ്. ഫണ്ടിന്റെ കാര്യം പിന്നീട് നമുക്കതിന്റെ ഫെഡറൽ സംവിധാനത്തിൽ എന്താണോ, ഏത് അനുപാതത്തിലാണോ അതൊക്കെ നമുക്ക് ആലോചിക്കാം. കേന്ദ്രത്തിൽ പ്രധാനമായിട്ടും നഗരവികസനം, അതുപോലെ തന്നെ ഒരുപാട് കോൾപ്പാടങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമുള്ളത് കൊണ്ട്, സമൃദ്ധി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഇറിഗേഷൻ വകുപ്പിന്റെയും അഗ്രികൾച്ചർ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ശക്തമായി ആവശ്യമുണ്ട്. അതും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ അത് മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കും. തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് ഇനിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും തൻ്റെ മൊഴി റിപ്പോർട്ടിൽ വന്നിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് വരാതെ എവിടെ പോകാനെന്നും അത് വരുമ്പോൾ അതിൻ്റെ മഹത്വം എനിക്ക് തന്നെയാവും. എന്നാൽ എയിംസിൻ്റെ പേര് പറഞ്ഞ് താൻ വോട്ട് ചോദിക്കില്ലെന്നും കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അപ്പൊ അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്കാണ്. അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്ക് മാത്രമാണ്. പ്രഖ്യാപിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ വക്രീകരിക്കുന്ന എന്തിന്? വന്നിരിക്കും. എന്നെ അടുത്ത തവണ ജയിപ്പിക്കാൻ മറ്റ് അനേകം കാരണങ്ങൾ കാണും, എയിംസും മെട്രോയും അല്ല. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ വരില്ല. എയിംസും ഇപ്പോ RRTS. പത്രിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാമ്പ് സംരക്ഷകരുടെ ജില്ലാതല കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാലക്കാട് RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രംജിത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഷിബു പുതുപരിയാരം അധ്യക്ഷത വഹിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും ജീവനക്കാരും പങ്കെടുത്തു. പഴയകാല പാമ്പ് സംരക്ഷകരും പാമ്പ് സ്നേഹികളുമായ ബൈജു ചെർപ്പുളശ്ശേരി, ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി, ബിനീഷ് മലമ്പുഴ എന്നിവരെ കൂട്ടായ്മയിൽ ആദരിച്ചു. പാമ്പിനെ പിടികൂടുന്നതിനുള്ള മുൻകരുതൽ എന്ന വിഷയത്തിൽ ഷിബു പുതുപരിയാരം ക്ലാസ് എടുത്തു. രാപ്പകൽ കഷ്ടപ്പെടുന്ന വളണ്ടിയർമാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും ID കാർഡും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ അറിയാത്തതിന്റെ പേരിൽ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന തീരുമാനം പിൻവലിക്കണമെന്നും കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. വിജയൻ പത്തിരിപ്പാല, ജാഫർ മാങ്കുറിശി, സുരേന്ദ്രൻ കേരളശ്ശേരി, ഗോകുൽ കിണാശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കല്ലൂർ അരങ്ങാട്ടുകുളം ചണ്ടിയും പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി മലിനമായ അവസ്ഥയിലാണ്. വേനലിൽ പോലും വറ്റാത്ത ഈ പൊതുകുളത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇന്നും നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനുമായി ഉപയോഗിച്ചു വരുന്ന കല്ലൂർ അരങ്ങാട്ടുകുളം പായലും ചണ്ടിയും നിറഞ്ഞ് നശിക്കുന്നു. കല്ലൂരിലെ ജലസമൃദ്ധിയുടെ ശേഖരമായിരുന്ന ഈ കുളം ഇന്ന് ചണ്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. കല്ലൂർ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഈ കുളത്തെയാണ് ആശ്രയിച്ചു വരുന്നത്. 97-98 കാലഘട്ടത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയ കുളമാണിത്. പിന്നീട് ഒരു നവീകരണവും ഉണ്ടായിട്ടില്ല. സമീപത്തെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും ഈ കുളത്തെ ആശ്രയിച്ചാണ്. ഈ പൊതുകുളത്തിലെ ചണ്ടിയും പായലും നീക്കി കുളിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വേനലിൽ പോലും പറ്റാത്ത ഈ പൊതുകുളത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ റഹിമാൻ, അപ്പുകുട്ടൻ എന്നിവർ ആവശ്യപ്പെട്ടു. കല്ലൂർ അരങ്ങാട്ടുകുളം ചണ്ടി മൂടിക്കിടക്കുകയാണ്. വേനൽക്കാലത്ത് നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനും ഉപയോഗിച്ച കുളമായിരുന്നു. ഇപ്പോൾ ചണ്ടി മൂടി വെള്ളം പോലും കാണാത്ത ഒരവസ്ഥയിലാണ് ഈ കുളം. ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഫാമിലികൾ വരുന്നവർക്കും ഈ കുളം കണ്ടിട്ടാണ് നമ്മൾ ഈ നാട്ടിലെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് മൊത്തത്തിൽ മൊത്തം ചണ്ടി പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ആരും അതിന് നോക്കാനും പിടിക്കാനും ആരില്ല. ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരും നോക്കാൻ ആളില്ല ഇവിടെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി MP MMM SN ട്രസ്റ്റ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റിൻ്റെയും ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ബ്ലഡ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുളപ്പുള്ളി SN ട്രസ്റ്റ് കോളേജിലെ NSS യൂണിറ്റും ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ബ്ലഡ് സെന്ററും സംയുക്തമായാണ് കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ P. രജനി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഗണിത വിഭാഗം മേധാവി മോഹനൻ, ഓഫീസ് പ്രതിനിധി പ്രീത, കോളേജ് യൂണിയൻ ചെയർമാൻ C. അനന്തു എന്നിവർ സംസാരിച്ചു. NSS PO ഗിരിജ, A. മിഥുൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രക്തദാനത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്നതിനും ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ സാദത്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ക്യാമ്പിൽ ബ്ലഡ് സെന്റർ കൗൺസിലർ കൃഷ്ണപ്രിയ, ടെക്നീഷ്യന്മാരായ ശ്രീലക്ഷ്മി, ആനന്ദ്, വിഷ്ണു, ഐശ്വര്യ എന്നിവരും നഴ്സിംഗ് ഓഫീസർ മഞ്ജുഷ, അറ്റൻഡർ രമണി എന്നിവരും പങ്കെടുത്തു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പിൽ രക്തദാനം ചെയ്തു. NSS വളണ്ടിയർമാർ ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലമ്പുഴ കനാൽ പരിധിയിലെ മരങ്ങളും കരിമ്പനയും നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. പറളി പഞ്ചായത്തിലെ 5-ാം മൈൽ മുസ്ലിം പള്ളിക്ക് മുന്നിലെ മലമ്പുഴ കനാൽ പുറമ്പോക്കിലെ ഭീമൻ മരങ്ങളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. 80-90 അപേക്ഷ കൊടുത്തോ? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ? പറളി പഞ്ചായത്തിക്ക് ഇറിഗേഷൻ പോകും. അപേക്ഷ കൊടുത്തിട്ട് എത്രയായി ഇപ്പോൾ? ഒരു കൊല്ലം കഴിഞ്ഞു. അവരൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അവര് വന്നു, അളവും കുത്തുകൊടുത്തു, അവര് പോയി. പിന്നെ ഒരു മരം മാത്രം ഇവിടെ മുറിച്ചിട്ടുണ്ട്. അത് ഈ ലൈനിലേക്ക് വീഴും പറഞ്ഞപ്പോൾ മുറിച്ചിട്ടതാണ്. ബാക്കി 2-3-4 മരം വീടുകളിലേക്ക് അപകടമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപകടമായിട്ടാണ്. മരത്തിന്റെ ഹൈറ്റ് നല്ല ഹൈറ്റാണ്. കേരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. കുട്ടികളുടെ ഗ്രാമസഭയിലെ പ്രധാന ആവശ്യങ്ങൾ ഒന്നായിരുന്നു ഇത്. സാനിറ്ററി പാഡ് സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാജിദ, സുഭാഷ്, വാർഡ് മെമ്പർ ശ്രീദേവി, ഹരിത കേരളം പ്രതിനിധി റഷീദ്, സ്കൂൾ അധികൃതർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാരണാസി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശത്ത് താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ഇതോടെ ദേശത്തെ പറയെടുപ്പും ആരംഭിച്ചു. ഫെബ്രുവരി 22 ഞായറാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. വാരണാസി ശ്രീ ചോറോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശ താലപ്പൊലി മഹോത്സവത്തിന് ഞായറാഴ്ച വൈകിട്ട് കൊടിയേറി. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാത്രി 7:30 മണിയോടുകൂടിയായിരുന്നു കൊടിയേറ്റം. ബൗത്രാധൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും വിവിധ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ക്ഷേത്രത്തിൽ കൊടിയേറ്റം.
മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇതിനകം കളമെഴുതിപ്പാട്ടും നടന്നുവരികയാണ്. കൊടിയേറ്റത്തോടുകൂടി തിങ്കളാഴ്ച മുതൽ തട്ടകത്തിൽ പറയെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 22 ഞായറാഴ്ചയാണ് ദേശത്താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാർദ്ധക്യം വകവയ്ക്കാതെ 76ാമത്തെ വയസ്സിലും മുള്ളൂർക്കര ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് മല കയറാൻ എത്തുന്ന ഭക്തർക്ക് മോര് സംഭാരവുമായി 20ാമത്തെ വർഷവും സഹധർമ്മിണി സുഖമില്ലാതെ കിടക്കുമ്പോഴും തൃത്താല വീട്ടിൽ ഉണ്ണികൃഷ്ണനെത്തി. എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ലെന്നും ഉള്ള കാലം ജനങ്ങളെ സേവിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പാലിയേറ്റീവ് കെയറിൽ വളണ്ടറി കൂടിയായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇരുനിലങ്കോട് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസത്തെ കനത്ത ചൂട് വകവയ്ക്കാതെ 2 കിലോമീറ്റർ വരുന്ന കുത്തനെയുള്ള മല കയറി ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തജനങ്ങൾ മലമുകളിലെത്തുമ്പോൾ ദാഹജലത്തിന് പകരമായിട്ടാണ് മോര് സംഭാരം നൽകുന്നത്. ഈ 76 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണനും ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് സഹായിക്കാനായി ഇരുനിലങ്കോട് സ്വദേശിയായ പ്രണവ് ലെൻസ്മാൻ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടിയാണ് മലമുകളിൽ സംഭാര വിതരണം ചെയ്യുന്നത്. ഇത് കുടിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം മല കയറാൻ വന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ. അമ്പലത്തിൽ നിന്ന് ഭക്തർ മധുരപാനീയം ലഭിക്കുമെങ്കിലും ഉണ്ണികൃഷ്ണൻ്റെ വകയായി അടുത്ത വർഷം മുതൽ വീട്ടിൽ പാല് വാങ്ങി മുള്ളൂർക്കരയിലുള്ള വീട്ടിൽ വെച്ച് ഭാര്യ ചന്ദ്രമതിയും ചെറിയമ്മ തങ്കമ്മയും ചേർന്ന് മോരുണ്ടാക്കി സംഭാരമാക്കിയാണ് നൽകാൻ തുടങ്ങിയത്. ഇത്തവണ സഹധർമ്മിണിക്ക് സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിലാണ്. എന്നിരുന്നാലും 90 വയസ്സുള്ള ചെറിയമ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിക്കുകയായിരുന്നു. സംഭാരത്തിലിടുന്ന പ്രത്യേക കൂട്ട ഇപ്പോഴും വീട്ടിൽ നിന്ന് ശരിയാക്കി വന്നതിന് ശേഷമേ ക്ഷേത്രത്തിലെത്തിയാണ് സംഭാരം കലക്കി നൽകുന്നത്. ഇതിന് പ്രത്യേകതരം രുചിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കൊല്ലത്തിൽ ഒരു തവണ കിട്ടുന്ന സംഭാരം ഇത് കുടിക്കാൻ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ആളുകൾ ഇതിനെ കൂട്ടി ചോദിച്ചാൽ എല്ലാവരോടും ഉണ്ണികൃഷ്ണൻ ഉച്ചത്തിൽ ഒരു ചിരി മാത്രമാണ് മറുപടി. ഭക്തജനങ്ങൾ നമ്മൾ ദർശനത്തിന് വരുമ്പോൾ പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രദക്ഷിണ വഴിയില്ല. അപ്പോൾ ശിവരാത്രി ദിവസം മാത്രം ഈ പാറ കയറി മുനിയറയിൽ എല്ലാവരും നാമജപത്തോടുകൂടി കയറും. അപ്പം മാത്രമാണ് പോകാറുള്ളൂ. ഒരു വർഷം 365 ദിവസം പോയ മാതിരിയാണ് ഒരു ദിവസം പോവുക. പിന്നെ ആ മുനിയറയിൽ എത്തുമ്പോൾ നാമജപമായിട്ട് ഭക്തജനങ്ങൾക്ക് ദാഹം മാറ്റാൻ മോര് സംഭാരം വിതരണം ചെയ്യാമെന്നാണ് ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം. അതിപ്പോൾ ഇത് 20ാമത്തെ വർഷമാണ്. അത് എൻ്റെ മാത്രം കഴിവല്ല, ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഈ ഇരുനിലങ്കോട് പരിസരത്ത് സേവാഭാരതിയുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് എന്നെ സഹായിക്കണം. ഈ അവസരത്തിൽ അവരോട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. 26 വർഷത്തോളം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ചു. 2012 വിരമിച്ചു. ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. 11 വർഷത്തോളമായി പാലിയേറ്റീവ് കെയറിൽ വളണ്ടിയറാണ്. ഡോക്ടേഴ്സ് എടുക്കുന്ന ക്ലാസുകളിൽ പങ്കെടുത്ത് രോഗികളെ വീടുകളിലെത്തി പരിപാലിക്കാറുണ്ട്. വയോജനങ്ങളുടെ സംഘടനയിലും പ്രവർത്തിച്ചു വരുന്നു. മുള്ളൂർക്കര GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിച്ചു വരുന്നു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചിലയിടങ്ങളിൽ കാർമ്മികത്വം വഹിക്കാറുമുണ്ട്. 20 വർഷം തികയുന്ന ഈ അവസരത്തിൽ അത് ഒരു മഹാഭാഗ്യവും പുണ്യവുമായി കരുതുന്നു. അത് എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, ഇരുനിലങ്കോട് ഭഗവാന്റെയും ക്ഷേത്ര പരിസരത്തെ ഒരു കൂട്ടം യുവാക്കളുടെയും കൂട്ടായ പരിശ്രമം കൂടിയാണ്. ഇത് അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായി കൂടി ഞാൻ കണക്കാക്കുന്നതായി തൃത്താല ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കൂടാതെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശിവരാത്രി ദിവസം ഗിരിപ്രദക്ഷിണം വെച്ച് ഈ മുനിയറയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സംഭാരം കൊടുക്കുക എന്നാണ് നമ്മുടെ ദൗത്യം. അത് എൻ്റെ മാത്രം കഴിവല്ല, ഈ ഇരുനിലങ്കോട് പരിസരത്ത് സേവാഭാരതി കുറേ കൂട്ടായ്മയുണ്ട്, അവരുടെയും കൂടിയാണ്. അവരോട് എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു സ്നേഹ ആദര ഇതായിട്ട് ഞാൻ അവരെ സമർപ്പിക്കുകയാണത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇരതേടി ആയിരക്കണക്കിന് നീർക്കാക്കകളും കാക്കകളും. ഇവർക്ക് താങ്ങായി പഴയ കൊച്ചിൻ പാലവും. ഒരു റിപ്പോർട്ടിലേക്ക്. നൂറ്റാണ്ടുകളുടെ പഴക്കവും അപഗണന കൊണ്ട് നിലംപൊത്തിയതുമായ പഴയ കൊച്ചിൻ പാലം ഇന്ന് ഇരതേടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പക്ഷികൾക്ക് താങ്ങും തണലുമാവുകയാണ്. തകർന്നടിഞ്ഞ് പൂർണ്ണമായും പുഴയിലേക്ക് തകർന്നു വീണ ഭാഗത്താണ് ആയിരക്കണക്കിന് പക്ഷിക്കൂട്ടങ്ങൾ ഇരതേടി പുഴയെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പാലത്തിന്റെ ഉയർന്ന ഭാഗം പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുമ്പോഴും വെള്ളത്തിലേക്ക് പതിച്ച ഭാഗത്താണ് പക്ഷിക്കൂട്ടങ്ങൾ ധാരാളമായി ഇരതേടിയിരിക്കുന്നത്. നീർക്കാക്കളും കാക്കകളുമാണ് കൂടുതൽ എങ്കിലും കൊറ്റിക്കൂട്ടങ്ങളും ചിലപ്പോൾ ഇവിടെ എത്താറുണ്ടത്രേ. പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൽ ഒരു പക്ഷിക്കുടുംബം തന്നെ താമസമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന നിരവധി പേരാണ് ഈ കാഴ്ച കൺകുളിർക്കെ കാണുന്നതിനായി അല്പനേരം ഇവിടെ തങ്ങിപ്പോകുന്നത്. ഒട്ടനവധി ആളുകൾ വീഡിയോവും എടുക്കുന്നുണ്ട്. കടുത്ത വേനൽ കടക്കുമ്പോഴും പക്ഷേ ഇവരെ ബാധിക്കുകയില്ല. ദാഹം മാറ്റാൻ ഭാരതപ്പുഴ പാലത്തിനടിയിലൂടെ ഒഴുകുന്നതും ഒഴുക്കുവെള്ളത്തിൽ വരുന്ന ചെറുമീനുകളെ കൊത്തിയെടുക്കാൻ ഉന്നം പാർത്തിരിക്കുന്ന പക്ഷികളും ഇപ്പോൾ കൊച്ചിൻ പാലത്തിന് വിസ്മയമാകുകയാണ്. അപകടം നേരിട്ട് നിലം പതിച്ചെങ്കിലും
ആയിരക്കണക്കിന് പക്ഷികളുടെ ആശ്രയ കേന്ദ്രമാകുകയാണ് പഴയ കൊച്ചിൻ പാലം. കണയം കാഞ്ഞിരങ്ങാട് മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്ര ആഘോഷ പരിപാടികളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ ദീപാരാധന, ചുറ്റുവിളക്ക്, ഭക്തിഗാനസുധ എന്നിവ നടന്നു. വൈകുന്നേരം വാടനാകുറിശി സ്വരമാതിരി അവതരിപ്പിച്ച ഭക്തിഗാനമേള, ക്ലാസിക്കൽ ഭജൻസ് എന്നിവയും അരങ്ങേറി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് എ രാഘവൻ നായർ, സെക്രട്ടറി സി കൃഷ്ണദാസ്, കെ ഉണ്ണികൃഷ്ണൻ, പി ഉണ്ണികൃഷ്ണൻ, സി ഹരിദാസ്, അജിത് സി, പി രാവുണ്ണി, കെ രാമദാസൻ, ട്രഷറർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോമത്തില്ലത്ത് കേശവൻ ശർമ്മ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കവളപ്പാറ കല്ലിപ്പാട ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വർണ്ണാഭമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ശിവരാത്രി ദിനമായ ഞായറാഴ്ച രാവിലെ 4-ന് പ്രഭാതപേരി, 4:15-ന് നിർമ്മാല ദർശനം, 4:30-ന് അഭിഷേകം, 4:45-ന് മലർനിവേദ്യം, 5-ന് ഗണപതി ഹോമം, 6-ന് ക്ഷേത്രതന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കർമ്മത്തിൽ ഉഷപൂജ എന്നിവയുണ്ടായി. തുടർന്ന് 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ഇരട്ടമ്പലം മാതൃസമിതിയുടെ ശിവ സഹസ്രനാമപാരായണവും ഉണ്ടായിരുന്നു. തുടർന്ന് ഉച്ചപൂജ, അഷ്ടപതി, മേളം എന്നിവയും 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പ്രസാദവൂട്ട് നടന്നു. വൈകുന്നേരം 5-ന് പടിഞ്ഞാറ്റുമുറിയുടെ വേലയും 6-ന് വടക്കുംമുറി വേല വരവും ഉണ്ടായി. ഇണക്കാളകൾ, തമ്പോലം, ശിങ്കാരിമേളം, വേഷങ്ങൾ തുടങ്ങിയവ വേലവരവിന് മാറ്റുകൂട്ടി. ആറ് 6:30-ന് ദീപാരാധന, 8-ന് കൂനത്തറ രാമേന്ദ്രൻ അവതരിപ്പിച്ച തായമ്പകയും, തുടർന്ന് കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും മെഗാവിഷൻ്റെ മെഗാ ഷോയും ഉണ്ടായി. രാത്രി 12-ന് കിഴക്കുമുറി വേലവരവും വിവിധ കലാപരിപാടികൾ തുടരുകയും ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം അതിവിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. പൂക്കുട ചാത്തി
ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി രാവിലെയും വൈകിട്ടുമായി എത്തി. രാവിലെ 4 മണിക്ക് നട തുറക്കലിന് ശേഷം വിവിധ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 6:30 മുതൽ ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയും നടന്നു. നിരവധി സ്ത്രീകൾ നാമജപം ചൊല്ലി ശയനപ്രദക്ഷിണവും നടത്തി. തുടർന്ന് നൃത്തനൃത്യങ്ങളുടെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കും. വിവിധ അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരായ വിവിക്സ് ചേലക്കര, മനോജ് തൈക്കാട്ടിൽ, മണി ചെറുതുരുത്തി, മൊയ്തീൻകുട്ടി, ജയകുമാർ, സുബിൻ ചെറുതുരുത്തി, ഉണ്ണികൃഷ്ണൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ട്രഷറർ സുരേന്ദ്രൻ, മാനേജർ എ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാണാശ്ശി ശ്രീ തിത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക കലാകാരികളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. പൗരാണിക പ്രസിദ്ധവും ഏറെ പ്രത്യേകതയുമുള്ള വാടാനാകുറിശ്ശി ശ്രീ തിത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നു. അഭിഷേകവും നടന്നു. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദീപാരാധന വരെ നിലനിൽക്കുന്ന അഖണ്ഡനാമജപവും വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കരിയന്നൂർ മന ബൗത്രാദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 1001 കുടം അഭിഷേകവും തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായി. രാത്രി വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി. കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനദാനവും ഭക്തർക്കായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പല്ലഞ്ചാറ്റുന്നൂർ ഉദയാർ മന്ദം തണൽ സാംസ്കാരിക സമിതിയുടെ 1-ാം വാർഷികവും ശിവരാത്രി മഹോത്സവവും സംഘടിപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനവും വിവിധ സേവനങ്ങളും നിർവഹിക്കുന്ന തണൽ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്നും അവർ പറഞ്ഞു. സമിതി പ്രസിഡന്റ് ചന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമചന്ദ്രൻ പഴയകളം സ്വാഗതം പറഞ്ഞു. സി രാധാകൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ രാധിക മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് മെമ്പർ ജയന്തി മോഹൻ, പഞ്ചായത്ത് മെമ്പർ രജനി ശിവദാസ്, വി രമേഷ് കുമാർ, പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നാടൻപാട്ട് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാടാശ്ശി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി രാത്രിയിൽ തായമ്പക സംഗീത കച്ചേരി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. നിരവധി പേർ ആഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയിരുന്നു. ഇനി മാറ്റലി. സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കൽ പ്രായം 60 വയസ്സാക്കി ഏകീകരിക്കണമെന്ന് KGOU സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ യുവാക്കൾ, യുവസമൂഹം എല്ലാം തന്നെ ജോലിക്ക് വേണ്ടി നെട്ടോട്ടം തിരിയുന്ന ഒരവസ്ഥയിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിൽ ജോലി കിട്ടാൻ വേണ്ടി പടാപ്പാട് പെടുന്ന ഒരവസ്ഥയിൽ 55 ഉള്ളത് 56 വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന റിട്ടയർമെന്റ്. എന്നിട്ട് അത് പോരാ, ഇനി 4 വർഷം കൂടെ വേണമെന്ന് പറയുന്നിടത്തുള്ള
ഒരു ന്യായീകരണം ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഗെജിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തോടും ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന യുവസമൂഹത്തോടുമുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. ഒരിക്കലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണിത്. നമുക്ക് തന്നെ അറിയാം, ഗവൺമെന്റ് സർവീസിലുള്ളവർ ഇപ്പൊ തന്നെ നമുക്ക് ലഭിക്കുന്ന ആളോഹരി വരുമാനത്തിന്റെ വലിയൊരു ഭാഗം അവരുടെ ശമ്പളവും പെൻഷനും എല്ലാമായി ഇങ്ങനെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു പുതിയ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, വരുന്ന തലമുറയുടെയോ കാഴ്ചപ്പാടിലേക്കും തിരിയണ്ട എന്നുള്ളത് തീർത്തും സങ്കടകരമാണ്, പ്രതിഷേധകരമാണ്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും MV ഗോവിന്ദൻ. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് UDF നേതൃത്വമാണെന്ന് മുൻ മന്ത്രി VS അച്യുതാനന്ദൻ്റെ PAയും CPM അനുഭാവിയുമായ A സുരേഷ്. CPM ശരിയായ ദിശയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് താനെന്നും സുരേഷ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ പങ്കെടുക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ജാഥയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയാണെന്നും A സുരേഷ്. വനത്തിൽ തീയിട്ടതായി ആരോപിച്ച് ആദിവാസി യുവാവിന് വനപാലകരുടെ ആൾക്കൂട്ടമർദ്ദനം. മർദ്ദനത്തിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ടമർദ്ദന ഉപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളിയോട് വേണുഗോപാൽ. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി മാറി വന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനം. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംഘടനാ ഭാരവാഹികൾ. സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. ജനങ്ങൾ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉത്തരവാദിത്തം തന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് താൻ പോകുന്നതെന്നും തൃശ്ശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് ഇനിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും തൻ്റെ മൊഴി റിപ്പോർട്ടിൽ വന്നിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി. എയിംസ് വരാതെ എവിടെ പോകാനെന്നും അത് വരുമ്പോൾ അതിൻ്റെ മഹത്വം തനിക്ക് തന്നെയാവുമെന്നും എന്നാൽ എയിംസിൻ്റെ പേരിൽ വോട്ട് ചോദിക്കില്ലെന്നും സുരേഷ് ഗോപി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.